ഇനി ആ വേദന മാറണമെങ്കിൽ ഒരു മുത്തം തന്നാലും മതി. ഇപ്പൊ നോക്കിയിരുന്നു, ഇപ്പം കിട്ടും. ഓക്കെ ശരി, ഞാൻ പോകുന്നു. ഏടോ തന്നെ ഞാൻ. ശരി, ഇനി ഞാൻ എന്റെ അനുവാദം ഇല്ലാതെ ചെയ്യൂല. ആന്റി, അങ്കിളെ, ഞാൻ പോവുകയാണ്. മോനെ മോന്നിട്ടൊന്ന് വന്ന ഒരു കാര്യം പറയാണ്ട്. എന്താ ആന്റി, എന്താ പറയാനുള്ളത്? എടാ, ഞാനോട് പല പ്രാവശ്യം പറഞ്ഞു ഞങ്ങൾ ആന്റി അങ്കിള് എന്ന് വിളിക്കരുത്. ഞങ്ങൾ നിന്റെ അച്ഛനമ്മ ആവാനുള്ളതല്ലേ. അച്ഛ അമ്മ അത് മതി. ആ ശരി അമ്മ. എന്നാ പൊക്കോ. അമ്മ, ഞാൻ വന്നു. അമ്മ തെണ്ടി തിരിഞ്ഞതാ വന്നിരിക്കണോ നിങ്ങളടെ മോൻ. ആ, നീ വന്നോ? അല്ലടാ, നിന്റെ മുഖത്തെന്താ പാടൊക്കെ? നീ പണ്ടത്തെ പോലെ പിന്നെ തല്ലുണ്ടാക്കാനൊക്കെ പോയാ? കോളേജിൽ നിന്ന് എങ്ങോട്ടേക്ക് വരണമെന്ന് അറിയില്ലേ? നീ എവിടെയാണ് ഇത്ര നേരം? ഓ, എന്റെ അമ്മ, കോളേജിൽ മീറ്റിംഗ് ഉണ്ടേനി. അപ്പം അത് കഴിഞ്ഞ് വന്നപ്പം നല്ല ലേറ്റായി. പിന്നെ വരുന്ന വൈക്കല് മധുവിന്റെ വീട്ടിലൊന്ന് കേറിയിട്ട് പോവാന്ന് വിചാരിച്ചു. അപ്പം മധുവിന്റെ വീട്ടിലൊക്കെ കേറിയിട്ടാ വന്നത്. ആ, അവിടുന്ന് കിട്ടിയതാണ് ഇത്. അവിടുന്ന് നിനക്ക് ഇത്രയും കിട്ടാൻ വേണ്ടി നീ അവിടെ എന്താ ചെയ്ത്? എന്തെങ്കിലും കുർത്തക്കേട് ചെയ്തിട്ടുണ്ടോ? അല്ലാതെ കിട്ടൂല. ഇവിടെ എന്നും ഉണ്ടാവണ വഴക്ക് പോലെ അവിടെയും വഴക്കുണ്ടായി. അതിന്റെ ഇടയ്ക്ക് ഞാൻ കയറി ചെന്നത്. അപ്പം അതിന്റെ ഇടയിൽ ഉണ്ടാവണ പ്രശ്നത്തില് ഏറി കൊണ്ടത് എന്റെ മേത്തുക്കാണ്. അങ്ങനെ കിട്ടിയതാണ് ഈ മുറിവ്. ഏതായാലും ഞാൻ തരാൻ വിചാരിച്ചതാണ് അവള് തന്നത്. മുത്താണ് എന്റെ നാക്ക്. എടി, നിന്നെ ഞാനുണ്ടല്ലോ. നീ വെറുതെ അവളുടെ മെക്കെട്ട് കയറാൻ നിൽക്കണ്ട. നീ പോയി ഫ്രഷ് ആയിക്കേ. ഓക്കെ, നിന്നെ ഞാൻ പിന്നെ എടുത്തോളാടി. നാളെ നീ കോളേജിലേക്ക് തന്നെയല്ലേ വരുന്നത്? അല്ലച്ച, എന്താണ് വീണ്ടും ഒരു കെടുപ്പ്? വല്ല പ്രശ്നമൊക്കെ ഉണ്ടാക്കിയോ? ഞാനൊന്ന് അവളെ സഹായിച്ചതാ. അതിന്റെ പാരിതോഷികം എനിക്ക് കിട്ടി. സഹായോ? അതാണോ സഹായം? എന്താ അവിടെ കാണിച്ചെന്ന വല്ല ബോധമുണ്ടോ? എന്താ അമ്മ, എന്താ പ്രശ്നം? അങ്ങോട്ടേക്ക് തന്നെ ചോദിച്ചോക്ക്, അവിടുന്ന് അറിയാം എല്ലാവരും. അവൾ എന്നോട് അയൺ ചെയ്ത് വെക്കാൻ പറഞ്ഞു. ഞാൻ അയൺ ചെയ്യുന്നതിന്റെ ഇടയിൽ ഒന്ന് ഉറക്കം വന്നപ്പോ ഞാനൊന്ന് ജസ്റ്റ് ഇറങ്ങി. അത്രേ ഞാൻ ചെയ്തോളൂ. അത്രേ ചെയ്തോളൂ. നിങ്ങൾക്ക് ഉറങ്ങണമെങ്കിൽ നിങ്ങൾ ഉറങ്ങിക്കോ. എന്തിനാണ് അയൺ ബോക്സ് എടുത്ത് തേച്ചിന്റെ മേലെ കൊണ്ടുപോയി വെച്ചത്? ഉള്ള എല്ലാ ഡ്രസ്സും പോയി. അയന്റെ എല്ലാ ചിത്രവും ആ ഡ്രസ്സുമേൽ വന്നും ചെയ്തു. ഒരബദ്ധം ഏത് പോലീസുകാരനും പറ്റല്ലോ. അങ്ങനെ നിങ്ങൾ എത്ര അബദ്ധമാണ് ചെയ്തിട്ടുള്ളത്? പറയണെങ്കിൽ കണക്കില്ല, അത്രയും ചെയ്തിട്ടുണ്ട്. ഇയാളോട് വർത്താനം പറഞ്ഞാൽ എനിക്ക് സ്ട്രെസ് വരും. ഞാൻ പോകും. ഏതായാലും അച്ഛന്റെ സെലക്ഷൻ കൊള്ളാം. ഏതായാലും അച്ഛന് പറ്റിയ പാർട്ട്ണറിനാണ് അച്ഛനക്ക് കിട്ടിയിട്ടുള്ളത്. എന്നാലും അച്ഛൻ എങ്ങനെയാണ് വളച്ചെടുത്തത്? ആ, അതൊക്കെ വലിയ കഥ. ബുക്കിന്റെ ചട്ട കണ്ട് ഒരാളെ ജഡ്ജ്മെന്റ് ചെയ്തെന്ന് പണ്ടുള്ളവര് പറഞ്ഞത് എത്രയോ നല്ലതാണ്. കല്യാണം കഴിഞ്ഞപ്പോഴല്ലേ ബുക്കിന്റെ ഉള്ളിലത്തെ അവസ്ഥ മനസ്സിലായത്. അവളുടെ കൈക്കന്ന് എപ്പോഴും എനിക്ക് കിട്ടാനേ നേരമുള്ളൂ. എന്നാലും അച്ഛൻ എന്താ അച്ഛന്റെ ലവ് സ്റ്റോറി പറയാത്തെ? ഇതുവരെ ഞങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ, അതെന്താ? എന്തിന്? നിങ്ങളെന്തിനാ വെറുതെ അറിയണത്? നിങ്ങളൊന്നും അറിയണ്ട. ഓ, അല്ലെങ്കിലും ഞാന് ഇവിടെ കിടക്കണ അത്ര ശരിയല്ല. എങ്ങനെങ്കിലും ഇവിടുന്ന് നീച്ച് റൂമിൽ പോട്ടെ.